ഹായ് ഫ്രണ്ട്സ്, ബി കെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ഹെബോൺ ട്രാവൽസ് നമ്മൾ കുറുമ്പടിക്കയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉഷയുണ്ടായിരുന്നു. അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ ആദ്യം പോയി നേരെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയി. അതിനുശേഷം അവിടെ ഞങ്ങൾ നേരെ പോയത് ഉത്രാളിക്കാവിലേക്കാണ്. ഉത്രാളിക്കാവിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ എന്തൊരു പ്രകൃതി ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോഴായിട്ട് നമ്മൾ ആ കാവിൻ്റെ പുറകിലൂടെ ഇങ്ങനെ ഒരു മലമ്പാമ്പ് പോകുന്നു ഞങ്ങൾക്ക് തോന്നി. പിന്നെ നോക്കിയപ്പോഴാണ് സൗണ്ടുണ്ട്. അപ്പോഴത്തെ ശരിക്കും സൂക്ഷിച്ച് നോക്കിയപ്പോൾ വലിയൊരു ട്രെയിനിങ് ഇങ്ങനെ പോവുകയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ, ആ കാവിൻ്റെ പുറകിലൂടെ ആ പച്ചപ്പ് വിരിച്ചതായ ആ പാടശേഖരത്തിൻ്റെ പുറകിലൂടെ ഇങ്ങനെ ആ ട്രെയിൻ പോകുന്നതായ ആ ഒരു സൗണ്ടും ആ ഭംഗിയും എന്ത് രസമായിരുന്നു. പക്ഷെ അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചു. നേരെ പോവുകയാണ് ഞങ്ങൾ നേരെ വരിക്കാശ്ശേരി മനയിലേക്ക്. നമ്മുടെ ആറാം തമ്പുരാൻ്റെ മോഹൻലാലിൻ്റെ ലാലേട്ടനും അതുപോലെ തന്നെ വല്യേട്ടൻ, അങ്ങനെ എത്രയെത്രയോ സിനിമകൾ അവിടെ പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രൗഢിത്വം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതാണ് ഞങ്ങളുടെ കൂടെ പോകുന്ന ഗ്രൂപ്പ് അംഗങ്ങൾ കേട്ടോ. ആ വരിക്കാശ്ശേരി മനയുടെ പ്രൗഢിത്വം ഒന്ന് കണ്ടറിയണം. അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ ഭാഗത്തിൻ്റെയും കൊത്തുപണികളും, അത് വിശാലമായ പാർക്കിംഗ് ഏരിയാസ്, അതുപോലെ തന്നെ ഓരോ റൂമുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഇത് കണ്ടോ, ഇതൊരു എന്താ പറയുക പാർക്കിംഗ് ഏരിയ അവരുടെ. അതിൻ്റെയൊക്കെ മേളിൽ സീലിങ്ങൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പം എൻ്റെ അവിടെ ഇങ്ങനെ അരി അരയ്ക്കണ കല്ലൊക്കെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ചേച്ചിമാർക്ക് ഒന്ന് അരി അരച്ച് നോക്കണം തോന്നി. അവരത് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നേരെ മലമ്പുഴയിലേക്ക് പോകാനുള്ള ട്രിപ്പ് മലമ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് ഞങ്ങൾക്ക് കൽപ്പാത്തി എന്ന് പറയുന്ന ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞു, അഗ്രഹാരമൊക്കെ. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് കണ്ടു. നേരെ കൽപ്പാത്തി അഗ്രഹാരത്തിൽ ഈ രഥമാണ് കാണുന്നത്. രഥോത്സവം നടക്കുന്നത്. ആ രഥം ഒരു ചില്ലിൻ്റെ ഒരു വലിയൊരു ഫ്രെയിമിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. അതുകൊണ്ട് ശരിക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, കാരണം വെയിലും ഉണ്ടായിരുന്നു. എന്നാലും ആ രഥം കാണുമ്പോൾ അതിൻ്റെ കൊത്തുപണികളൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാമോ. കൽപ്പാത്തി രഥോത്സവം ഫേമസ്. ഇതാണ് അവിടുത്തെ അഗ്രഹാരം എന്ന് പറയുന്ന ആ ഒരു തെരുവ്. അതാണ് അത് കണ്ടൊക്കെ ഞങ്ങൾ അവിടെ നാരങ്ങ കുടിച്ച് ഞങ്ങൾ നേരെ മലമ്പുഴയിലേക്ക് പോയി. മലമ്പുഴ ചെന്നപ്പോഴേ കുറേ പാമ്പ് അങ്ങനെ കൂട്ടം കൂടി നടക്കുക. ഇതിൻ്റെ മുകളിൽ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് മൊത്തം പാമ്പാട്ടോ. മൂർക്കൻ, അണലി, ചേര, അങ്ങനെ പല പല ഉപദ്രവങ്ങളില്ലാത്തതായ ചില പാമ്പുകളും ഉപദ്രവം ഉള്ളതായ പാമ്പുകളും എല്ലാം ഉണ്ട്. അതും കണ്ടപ്പോഴേ നമ്മുടെ വല്യേട്ടൻ ഒരു മതിൽക്കെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കണം, ആ മുതല. ഞങ്ങൾ ആദ്യം ഓർത്തു റബ്ബറാന്ന് ഓർത്തു. പിന്നെ കഴിഞ്ഞപ്പോഴാണ് വയ്യ അനങ്ങണം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ മേളിലൊരു വലിയൊരു ഫിഷ് എന്ത് ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചേക്കണമെന്നറിയാം. അപ്പോൾ നമ്മുടെ ചേച്ചിമാർ നോക്കിയപ്പോഴുണ്ട് അവിടെ റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ മലമ്പുഴയെ കണ്ട് ഞങ്ങൾ വൈകിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ നമുക്കിനി ഇങ്ങനെയുള്ള ട്രിപ്പുകൾക്കൊക്കെ നമുക്ക് വിളിക്കാം. ഹെബ്രോൺ ട്രാവൽസ് ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.